ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കൊച്ചിക്ക് വരുന്നതായിരുന്നു അല്ലേ. ഇപ്പോൾ ഏകദേശം കൊച്ചിയിൽ നമ്മൾ എത്തി. 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെത്തിയിട്ട് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട് ഇവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി. ബൈക്കാകുമ്പോൾ സമാധാനമാണല്ലോ, ട്രാഫിക്കൊന്നും പ്രശ്നമല്ല, ഏത് വഴിയും പോവാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മളെ ചെല്ലാനം റൂട്ടിലാണ്. അത് നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു ഏരിയയാണ്. നല്ല കോസ്റ്റൽ ഏരിയയിൽ കൂടെയാണ് ചെല്ലാനം പോകുന്നത്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും വഴി അറിയില്ല, ഏതോ ഉള്ളുവഴി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബൈക്കിൻ്റെ മാപ്പ് ഇട്ടതുകൊണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ എല്ലാം കൊണ്ടുപോകുന്നത്. കാറൊക്കെ എടുത്തിട്ട് വന്ന് അങ്ങനത്തെ വഴിയെല്ലാം കാണിച്ചു തന്നാൽ ബുദ്ധിമുട്ടില്ല. ഗൂഗിൾ മാപ്പാണ് ചില സമയത്ത് അങ്ങനെ കാണിച്ചെന്ന് വരാം. ഏകദേശം നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ കണ്ടു തുടങ്ങിയല്ലോ. നല്ല ഭംഗിയാണല്ലോ ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് കാണുന്നത്. ഈ വാട്ടർ ബോഡിയിൽ ഈ ചിനവലകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു ഭംഗിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള പല ചിത്രങ്ങളിലും ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റിന് ഭയങ്കര സ്ഥാനമുണ്ടല്ലേ, കാണാൻ പറ്റും. ചൈനീസ് ഫിഷിംഗ് നെറ്റ്, തെങ്ങ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഐക്കൺസാണ്. നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള റോഡുകളുമാണ്. വീതി കുറവാണെങ്കിലും നല്ല വൃത്തി കുഴിയൊന്നുമില്ലാത്ത റോഡാണ്. ഈ ഭാഗത്തുകൂടെയൊക്കെ ഒരുപാട് ചെമ്മീൻ കെട്ടുകളുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇവിടെ ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട് ആളുകൾ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെമ്മീൻ കെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അടുത്ത കാര്യം നമ്മൾ അറിയുമെന്ന് പറയാൻ പാടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഏകദേശം സൺസെറ്റ് ആയി വരുന്നുണ്ട്. ചെല്ലാനം നമ്മളൊരു ഹിഡൻ ബീച്ച് ഉണ്ട് അവിടെ. ഹിഡൻ ബീച്ചൊന്നും നല്ല, സാധാരണ ആളുകൾ പോകുന്ന കുറവാണ് അവിടെ. ആ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ചില സിനിമകളൊക്കെ കാണുന്ന സമയത്താണ് ഇങ്ങനത്തെ ഏരിയ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ മലബാർ മേഖലയിലുള്ള ആളുകൾക്ക്. ഇവിടെ കണ്ടോ, കൂട് കൃഷി ചെയ്യുന്നുണ്ട്. കൂട് വെച്ച് കണ്ട് മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ കയാക്കിങ് പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഉണ്ട്. നല്ലൊരു തോണി. ഞാൻ തോണി ഇതുവരെ തുഴഞ്ഞിട്ടില്ല. കയറിയിട്ടുണ്ട് പല പ്രാവശ്യം, പക്ഷെ തുഴഞ്ഞു പോയിട്ടില്ല. അത് നമ്മളൊക്കെ ബൈക്കും കാറൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ എക്സ്പെർട്ടൈസ് ആവശ്യം ഉണ്ടാവും. അതിനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. കയാക്കിങ് ഉണ്ട് കേട്ടോ. ഞാൻ കയാക്കിങ്ങും ചെയ്തിട്ടില്ല ഇതുവരെ. കയാക്കിങ്ങും ചെയ്യണം എന്നാണ്. ഷിപ്പിന് എന്തായാലും സമയമില്ല, വേറെ ദിവസം ചെയ്യാൻ പറ്റും. ഇതൊരു പഴയ ബോട്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടായി സമയം. ഞാൻ കൊച്ചിയിലെത്തിയപ്പോഴേ 5 മണിയായിട്ടുണ്ട് ഏകദേശം. ഇവിടെ കുറേ പട്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ഉപദ്രവകാരികളല്ല തോന്നുന്നുണ്ട്. നമ്മളേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അവന്മാർ മൈൻഡ് ചെയ്യണമെന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിലും നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ബീച്ചിൽ സൺസെറ്റിന് ഭംഗി കൂടുതലും എന്തായാലും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ കല്ല് ശ്രദ്ധിച്ചോ? ഈ കല്ലിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഞണ്ടുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ ഈ ഒരു ഏരിയയിൽ. ചില സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, കണക്കില്ലാതെ തീരാത്തത്ര ഞണ്ടുകൾ. പിന്നെ ഞാൻ പല പ്രാവശ്യം വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ, നല്ല മഴയുള്ളൊരു സമയത്ത്. ഈ ബീച്ചിൽ ഫുട്ബോൾ കളിക്കുന്നത് കാണുമ്പോൾ വേറെ രസമാണല്ലേ. നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയല്ല, നമ്മളെ ടർഫ് പോലെ തന്നെ. വീണ് കഴിഞ്ഞാലും അധികം പരിക്കൊന്നും പറ്റുമല്ലോ ശരിക്കും ബീച്ച് കളിക്കുമ്പോൾ. നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ എന്നും ഏകദേശം ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ കളി ഉണ്ടാവാറ്. പിള്ളേർ 2 ആൾ മാത്രമേ ഉള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട്. ആളുകളില്ല തോന്നുന്നുണ്ട് അവർക്ക്. എന്താ ഭംഗി ശരിക്കും പിള്ളേരെ കളി കാണാൻ വേണ്ടിയിട്ട്. കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്ട് ഫുട്ബോൾ കളിക്കാം.
ആകാശത്തിൻ്റെ ഭംഗി ഒന്നും പറയാനില്ല, അടിപൊളി. കടലും ശരിക്കും സൂര്യനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് എന്താ സംഭവം അറിയില്ല. ഇതൊന്ന് മഴക്കാറുണ്ടായിട്ടാണോ മേഘം ഉണ്ടായിട്ടാണോ എന്താണെന്ന് അറിയില്ല, സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്യാമറ പിടിച്ച് ശീലിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ചെറിയ ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക, പൊറുക്കുക. നമ്മൾ മാക്സിമം എന്താ പറയുക, ഉഷാറാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര ദാഹം. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ കടയിൽ കയറി. നല്ല ഭംഗിയിലൊരു കട കേട്ടോ, കുഞ്ഞി കട. ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളി സർവത്ത് അടിച്ചിടാന്ന് പറഞ്ഞു. ചേട്ടൻ്റെ സർവത്ത് കുടിച്ച് നല്ല അടിപൊളി ഒരു സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് ചേട്ടൻ. നല്ല പ്രായമുള്ളൊരു ചേട്ടനാണ്. പുള്ളിയുടെ സർവത്തിൽ കുറച്ച് ഇഞ്ചിയും പല ഐറ്റംസ് പുള്ളി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളിയോട് ചോദിച്ച സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത് കുമ്പളങ്ങി റൂട്ടിലാണ് കേട്ടോ. കുമ്പളങ്ങി സൈഡിലൊരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. ഹോട്ടലല്ല, റെസ്റ്റോറൻ്റാണ് എന്നാണ് എനിക്ക് ദൂരത്ത് കണ്ടിട്ട് മനസ്സിലായത്. കുമ്പളങ്ങി ഇടക്ക് ഈ കവറുണ്ടല്ലോ, കവർ വരുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു രാത്രി. ഞങ്ങളെവിടെയും കയറുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ. ഒന്നാമത് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ ഫോർട്ട് കൊച്ചി പോകണം. ഫോർട്ട് കൊച്ചി പോലെ പരിപാടിയാണ്. ജസ്റ്റ് ഫോർട്ട് കൊച്ചി കൂടെ ഒന്ന് കറങ്ങാൻ. ഫോർട്ട് കൊച്ചി എത്തി. ഇതാണ് സാന്താക്ലോസ് കത്തീഡ്രൽ, പ്രശസ്തമായ ഫോർട്ട് കൊച്ചി സാന്താക്ലോസ് കത്തീഡ്രൽ. അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചിൻ്റെ വീഥികളിലൂടെ നമ്മൾ നടന്നു പോവാണ്, ബൈക്കിൽ പോവാണ്. ഈ ഫോർട്ട് കൊച്ചി സത്യം പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും കേട്ടോ നന്നായിട്ട്. നല്ലൊരു ഭംഗിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ലൊരു അടിപൊളിയായിട്ട് ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. എന്താ ചിത്രത്തിൻ്റെ ഒക്കെ ഭംഗി! ഏതോ അണ്ടർ വേൾഡ് ഡോണ തോന്നുന്നുണ്ട് ഫോട്ടോയിൽ. ഇവിടുത്തെയൊക്കെ ഈ ആർക്കിടെക്ചറും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് ഫോർട്ട് കൊച്ചി പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് പോലും എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയിട്ട് ചുണ്ടിൽ കഞ്ചാവ് എന്ന് പറഞ്ഞ പുള്ളി എന്തോ ഇവിടുത്തെ ഏതോ വലിയ പുള്ളി തോന്നുന്നുണ്ട്, പാട്ടൊക്കെ പോലെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ബിലാലിക്കാൻ്റെ തട്ടകം, ബിലാലിക്കാൻ്റെ വീടാണ്. നമ്മളെ സിനിമയിലുണ്ടല്ലോ ബിഗ് ബിയിൽ, എല്ലാവരും കണ്ടും അടുത്തൊരു സംഭവമായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ. എല്ലാവരും വന്നാലും ഇങ്ങോട്ടായിരിക്കും വരാം. പക്ഷെ ഭയങ്കര എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോവാ. വെറുതെ എല്ലാ മുക്കും മൂലയും കവർ ചെയ്ത് പോരാന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഭംഗിയിൽ വരച്ചു വെച്ചിട്ടുണ്ട് ചിത്രങ്ങൾ. പല ചുമരിലും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട് ഈ ഭാഗത്ത്, നല്ല കലാകാരന്മാരുണ്ട്. നമ്മളെ നാട്ടിലും ഇതുപോലത്തെ ഒക്കെ വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടൗണിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഒരു ബിൽഡിങ്സൊക്കെ കണ്ടില്ലേ, ഏതോ വിദേശത്ത് പോയ പോലെയാണ്. ഞാൻ ഫോർട്ട് കൊച്ചി ആരും പഠിപ്പിക്കുകയല്ല, പക്ഷെ എനിക്കിത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഒരു പുതിയ അനുഭവം തന്നെയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഓരോ ചുമരിലും എങ്ങനെയൊക്കെ ഭംഗി കൂട്ടാന്നുള്ളത് ഇവിടെ ആളുകൾ ചിന്തിക്കുന്നുള്ളൂ. ഇത് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇപ്പോൾ ഫോർട്ട് കൊച്ചി വന്നാലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മെഴ്സറീസ് കിടക്കുന്നുണ്ടായിരുന്നു കുറേ മുന്നേ വരുന്ന സമയത്ത്. ഇതിപ്പോൾ എന്താ ചെയ്താവോ,
അതും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ഭംഗി വരും കേട്ടോ ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ. ശരിക്കും നമ്മുടെ നാട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പൊതുവീതികളും ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ അവിടെ മണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ ഔട്ടറിൽ പോകണം. സിറ്റിയിലൊന്നും മണ്ണേ കാണൂല, ഫുൾ ഇൻ്റർലോക്ക് ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ആംബിയൻസിൽ കാണുന്ന ഓരോ വസ്തുവിനും ഭംഗി കുറച്ച് കൂടുതലാണല്ലോ. കണ്ടോ, ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ചെറിയ സൂനിയർ കടകളുണ്ട്, ഡ്രസ് ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ആൻറ്റീക് ഷോപ്പുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഭംഗി നോക്കിയാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴാണ് ഇത്രയൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ എന്നല്ല നമുക്ക് മനസ്സിലാവുക. നമ്മൾ സിനിമയിൽ മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാറ്. ശരിക്കും ഈ ഫോർട്ട് കൊച്ചി സത്യം പറഞ്ഞാൽ എന്നിവിടെ വന്നു കഴിഞ്ഞാലും ഈ ഫോർട്ട് കൊച്ചി ഒരു വികാരം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഭംഗിയാണ്ടല്ലേ. നിങ്ങൾക്ക് തോന്നുന്നത് പഴയ ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ, പഴയ ബിൽഡിങ്ങുകളാണ്. ഇത് റിനോവേറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രൗഢി നഷ്ടപ്പെടാതെയാണ് ഇവരൊക്കെ റിനോവേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ ആ പൊളിച്ച് പുതിയ രീതിയിലേക്ക് മാറ്റും. അങ്ങനെയല്ല. ഇതുണ്ടോ, അതായത് ഒരു അപ്പാപ്പൻ്റെ കലാവിരുദ്ധാണ്. പുള്ളിൻ്റെ എന്തോ പെയിൻറ്റിങ് സ്റ്റോറാണ് തോന്നുന്നുണ്ട്. പുള്ളി അപ്പുറത്ത് ഒരു മദാമയായിട്ട് കത്തിവെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വീട് നടന്നിങ്ങനെ പോവാം. അപ്പോൾ ഏകദേശം ഈ വീഡിയോ കൂടുതൽ ലോങ് ആക്കുന്നില്ല, ഒരു 12 മിനിറ്റിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.